ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, പി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 8 ഈക്വൽ 0. ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? 2x സ്ക്വയർ 3x സ്ക്വയർ എന്നൊക്കെ വരുന്നതിന് പകരം ഇവിടെ പി എക്സ് സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് ലെറ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിയുടെ വാല്യൂ കാണുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ, അല്ലേ? ഇങ്ങനെയൊരു ഇക്വേഷൻ ഉണ്ട്. പിയുടെ വാല്യൂ കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. 1 റൂട്ട് ഈസ് 6 ടൈംസ് ഓഫ് ദി അതർ. വേറൊരു ഡേറ്റ കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? ഇതിൻ്റെ ഒരു റൂട്ട് മറ്റേ റൂട്ടിൻ്റെ 6 ടൈംസ് ആണ്. നമുക്കറിയാം റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻസ് എന്ന് പറയുന്ന ആൽഫയും ബീറ്റയുമാണ്. അതെല്ലാവർക്കും അറിയാം. റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയുന്ന ആൽഫയും ബീറ്റയുമാണ്. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ആൽഫ തന്നെയാണ്. യെസ്. ബീറ്റയോ ബീറ്റ എന്ന് പറയുന്ന ആൽഫയുടെ 6 ടൈംസ് ആണ്. ആൽഫയുടെ 6 ടൈംസ് ആണ്. എഴുതി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ എടുത്തെഴുതാം. പി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 8 ഈക്വൽ 0. ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റാണ്, അത് പി ആണ്. ബി എക്സിൻ്റെ കോയഫിഷ്യൻ്റാണ്, അത് -14 ആണ്. സി ഈ ഇക്വേഷനിലെ കോൺസ്റ്റൻ്റ് ആണ്, അത് 8 ആണ്. എയും ബിയും സിയും എഴുതി. നമുക്ക് 2 റൂട്ട്സ് ഉണ്ട്. ഒരു റൂട്ട് ആൽഫയാണ്, മറ്റേ റൂട്ട് ബീറ്റയ്ക്ക് പകരം 6 ആൽഫയാണ്. യെസ്. നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്ന് അറിയാമല്ലോ. ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ആണെന്നറിയാം. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ആണ്. ആൽഫ എന്താണ്? ആൽഫ തന്നെ. ബീറ്റയോ? ബീറ്റ എന്ന് പറയുന്നത് 6 ആൽഫ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 ആൽഫയാണ്. ഈക്വൽസ് മൈനസ് ബി ബൈ എ. ഇവിടെ എ എന്ന് പറയുന്നത് പി ആണ്, ബി എന്ന് പറയുന്നത് -14 ആണ്. മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കണം. ബി എന്ന് പറയുന്നത് -14 ആണ്. അപ്പോൾ ബി എന്താണ്? +14 ആണ്. അപ്പോൾ -b ബൈ എ. എ എന്ന് പറയുന്നത് പി ആണ്. യെസ്, എഴുതിയല്ലോ. യെസ്. അപ്പോൾ ആൽഫ പ്ലസ് 6 ആൽഫ ഈക്വൽസ് 14/p എന്ന് എഴുതി. ഇനി ആൽഫ പ്ലസ് 6 ആൽഫ ആഡ് ചെയ്യാം. 7 ആൽഫ ഈക്വൽസ് 14/p. ദെൻ ആൽഫ ഈക്വൽസ് വാട്ട്? ആൽഫ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ 14/p ഉണ്ട്. ഇവിടെ 7 ആൽഫയാണ്. 7 മൾട്ടിപ്ലിക്കേഷനാണ് നടത്തിയിരിക്കുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്? ഡിവിഷൻ ആവും. 7. അപ്പോൾ ആൽഫ ഈക്വൽസ് 14ൽ 2 7s, ഈ 7ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ആൽഫ ഈക്വൽസ് 2/p. ഒരു ഇക്വേഷൻ കിട്ടി. നമുക്ക് ആൽഫ കിട്ടിയിരിക്കുന്നു 2/p ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുത്തതെന്ന് മനസ്സിലായാലോ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b ബൈ എ ആണെന്ന് എടുത്തിട്ട് നമ്മൾ ആൽഫയുടെ വാല്യൂ ഇട്ട് കൊടുത്തു, ബീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുത്തു, അല്ലേ? ആൽഫയുടെ വാല്യൂ ആൽഫനെ ഇട്ട് കൊടുത്തു, ബീറ്റയുടെ വാല്യൂ 6 ആൽഫ ഇട്ട് കൊടുത്തു, -b ബൈ എ എഴുതി. അങ്ങനെ നമുക്ക് ആൽഫ കിട്ടി. ആൽഫയിൽ ഒരു പി ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം. ആൽഫ പ്ലസ് ബീറ്റ -b ബൈ എ ആണെങ്കിൽ ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ ബീറ്റ എന്താണ്? അത് c ബൈ എ ആണെന്ന് അറിയാം. ആൽഫ എന്താണ്? ആൽഫ തന്നെ. ബീറ്റയോ? ബീറ്റ ഇപ്പോൾ നമുക്കറിയാം 6 ആൽഫയാണ്. 6 ആൽഫ. ബീറ്റ 6 ആൽഫയാണ്. ഈക്വൽ c ബൈ എ. സി എന്ന് പറയുന്നത് എന്താണ്? എ പി ബി -14 സി 8 എ എന്ന് പറയുന്നത് പി. ഇത്രയും. യെസ്. ഇനി ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ആൽഫ എന്ന് പറയുന്നത് 2/p അല്ലേ? അപ്പോൾ ഈ ആൽഫയ്ക്ക് പകരം 2/p എന്ന് എഴുതാം. ഇൻറ്റു 6 ആൽഫ. 6 ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് 2/p ആണ്. ഈക്വൽസ് 8/p. ഓക്കെ, നമുക്കിങ്ങനെ കിട്ടി. ഇവിടുത്തെ ഒരു പി, ഇവിടുത്തെ ഒരു പി മണി കട്ട് ചെയ്ത് കളയാം. യെസ്, ഒരു പി കട്ട് ചെയ്ത് കളയാവുള്ളൂ കേട്ടോ. യെസ്. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 6 12. 12 ഇൻറ്റു 2 24. 24/p ഈക്വൽസ് ഇവിടെ 8 ഉള്ളൂ. 8 എന്ന് എഴുതി. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8p ഈക്വൽസ് 24. അതിന് എളുപ്പവഴിയുണ്ട്. എന്താണെന്നറിയോ? 8 ഇങ്ങോട്ട് എടുക്കുക, p അങ്ങോട്ട് എടുക്കുക. അങ്ങനെ എളുപ്പവഴിയുണ്ട് കേട്ടോ. 8 ഇങ്ങോട്ട് എടുക്കുക, p അങ്ങോട്ട് എടുക്കുക. p ഈക്വൽസ് 24/8 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 ഇൻറ്റു p 8p 24. Then p equals 24/8, that is
3 എന്ന് കിട്ടി. യെസ്, ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. പിയുടെ വാല്യൂ കാണാൻ ചോദിച്ചു, പിയുടെ വാല്യൂ കിട്ടി, 3 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ഫോർ എക്സ്. 4x² പ്ലസ് 4bx മൈനസ് a² മൈനസ് b² ഈക്വൽ 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജനറൽ ഫോം ഞാൻ ക്യാപിറ്റൽ എ ആണ് എഴുതുന്നത്. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ 0. ഇതാണല്ലോ ജനറൽ ഫോം. യെസ്. ഇതിൽ എ എന്താണ്? വാട്ട് ഈസ് എ? എ ഈസ് x² കോയഫിഷ്യൻ്റായ 4 ആണ്. ബി എന്താണ്? ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആയിട്ടുള്ള 4b ആണ്. സി എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഇവിടെ മൈനസ് a² മൈനസ് b². അപ്പോൾ എ കിട്ടി, ബി കിട്ടി, സിയും കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. നമുക്ക് കാണേണ്ടത് സോൾവ് ഫോർ എക്സ് എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് b² മൈനസ് 4ac കണ്ടുപിടിച്ചാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. b² മൈനസ് 4ac നമുക്ക് കാണാം. യെസ്, b² മൈനസ് 4ac കാണാം. b² മൈനസ് 4b ആണ്. ബി സ്മോൾ ബി ആണ്, ഇവിടെ ക്യാപിറ്റൽ ബി ആണ്, എല്ലാം ബി തന്നെയാണ്. അപ്പോൾ 4b ദി ഹോൾ സ്ക്വയർ നേടണം. b² മൈനസ് 4 ഇൻറ്റു എ 4 ആണ്. 4 ഇൻറ്റു 4ac സി എന്ന് പറഞ്ഞാൽ ഇൻറ്റു മൈനസ് a² മൈനസ് b². യെസ്, നമുക്കിത് ചെയ്യാം. 4 സ്ക്വയർ 8 16. 4 4 16. 4 സ്ക്വയർ 16. ബിയുടെ സ്ക്വയർ b². മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. എസ് പ്ലസ് 4 4 16. ദെൻ a² മൈനസ് b² അവിടെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. ഒന്നുകൂടി ചെറുതാക്കാം. 16b². 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുറത്തോട്ട് എടുക്കാം. 16 ഇൻറ്റു a² പ്ലസ് 16a² 16 ഇൻറ്റു മൈനസ് b² പ്ലസ് 16 ഇൻറ്റു മൈനസ് b² മൈനസ് 16b². യെസ്, അത്രയും കിട്ടി. അപ്പോൾ 16b² പ്ലസ് 16a² മൈനസ് 16b². 16b² മൈനസ് 16b² പ്ലസ് 16b² മൈനസ് 16b². ഇത് കട്ട് ചെയ്ത് പോയി, മൈനസ് ചെയ്യാം, 0 ആയിപ്പോയി. ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് എന്താണ്? 16a² ആണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് b² മൈനസ് 4ac എന്ത് ചെയ്തി? 16a² നേട്ടി. നമുക്കൊന്ന് റൂട്ട് കണ്ടു നോക്കാം. റൂട്ട് ഓഫ് b² മൈനസ് 4ac ദാറ്റ് ഈസ് റൂട്ട് 16a². 16ൻ്റെ റൂട്ട് 4, a² റൂട്ട് എ. റൂട്ട് ഓഫ് b² മൈനസ് 4ac 4a എന്ന് കിട്ടി. 4a എന്ന് കിട്ടി. മനസ്സിലായാലോ? എക്സ് അല്ലേ കാണേണ്ടത്? എക്സ് കാണാനുള്ള ഫോർമുല അറിയാലോ. എക്സ് ഈക്വൽസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. ഇതാണ് എക്സ് കാണാനുള്ള ഫോർമുല. എക്സ് കാണാം. എക്സ് ഈക്വൽസ് മൈനസ് ബി. ബി എന്താണ്? ബി 4b ആണ്. ബി അല്ലേ? മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് 4b കിട്ടും. മൈനസ് 4b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? 4a. റൂട്ട് ഓഫ് b² മൈനസ് 4ac 4a ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 4a എഴുതി. റൂട്ട് ഓഫ് b² മൈനസ് 4ac പകരം 4a എഴുതി ബൈ 2a. 2 ഇൻറ്റു എ എന്താണ്? a4 ആണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണെന്നേ ഉള്ളൂ. a4 ആണ്. ദാറ്റ് ഈസ് 4. ദാറ്റ് ഈസ് എക്സ് ഈക്വൽസ് മൈനസ് 4b. നമുക്ക് പ്ലസ് ഇട്ട് നമുക്ക് ചെയ്യാം അല്ലേ? പ്ലസ് ഇട്ട് ചെയ്യാം. പ്ലസ് 4a. അല്ലെങ്കിൽ ഇതൊന്നുകൂടി ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഈ 2 കൊണ്ട് ഇവിടെ പ്ലസ്സും മൈനസും ഇടയ്ക്കുള്ള കാരണം 2 കൊണ്ട് 4നെയും കട്ട് ചെയ്യണം. പിന്നെയോ അല്ലെങ്കിൽ 4 കൊണ്ട് കട്ട് ചെയ്യാം. 4 ഇൻറ്റു 4 എല്ലാം കട്ട് ചെയ്ത് വിടാം. കണ്ടോ? വേണമെങ്കിൽ അത് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. മൈനസ് 4b പ്ലസ് ഓർ മൈനസ് 4a ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 ആണ്. ഈ 4 കൊണ്ട് ഈ 2 ടൈമിനെയും കട്ട് ചെയ്യാമെങ്കിൽ കട്ട് ചെയ്യാം. ഇനി ബാലൻസ് എന്തുണ്ട്? എക്സ് ഈക്വൽസ് ഇവിടെ
-4b ആയിരുന്നു, ഇനി ബി ഉള്ളൂ. അപ്പോൾ -b ഉള്ളൂ. ഇവിടെ പ്ലസ് ഇട്ട് എഴുതാം, മൈനസ് ഇട്ട് എഴുതാം. പ്ലസ് ഇട്ട് എഴുതാം. പ്ലസ് -b പ്ലസ് a/2 ഉണ്ട്. ഇനി എക്സ് പ്ലസ് ഇട്ട് എഴുതാം, -b പ്ലസ് ഇട്ട് എഴുതി, ഇനി മൈനസ് ഇട്ട് എഴുതാം, -a/2. അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടി, -b പ്ലസ് a/2. എക്സിന് മറ്റൊരു വാല്യൂ കിട്ടി, -b -a/2. അപ്പോൾ സോൾവ് ഫോർ എക്സ് എന്ന് പറഞ്ഞു. നമ്മൾ എക്സിന് സോൾവ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നല്ലേ, അത് സിംപ്ലിഫൈ ചെയ്തിട്ട് കട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഇട്ട് കട്ട് ചെയ്യാൻ പോയതാണ് പ്രശ്നമായത്. അപ്പോൾ 4 ഉണ്ട്. ഈ 4 മാത്രം കട്ട് ചെയ്യാമെങ്കിൽ കട്ട് ചെയ്യരുത്. ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ അല്ലെങ്കിൽ മൈനസ് ഉണ്ട്. അങ്ങനെ 2 ടൈം ഇങ്ങനെ 2 ടൈം എടുക്കുക. 4a പ്ലസ് 4b/4. ഇങ്ങനെ 2ലും 4 ഉണ്ടെങ്കിലാണ് കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലാതെ ഒരെണ്ണത്തിനകത്ത് 4 ഉണ്ട്, ഒരെണ്ണത്തിനകത്ത് 4 ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളയരുത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോൾവ് ഫോർ എക്സ്. ഇക്വേഷൻ തന്നിട്ടുണ്ട് 5/2x² പ്ലസ് 2/5 = 1 - 2x. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെ ഒരു ഫ്രാക്ഷണൽ ഫോമിൽ തന്നു കഴിഞ്ഞാൽ LCM കാണണം. ഇതിൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്, ഇതിൻ്റെ ഡിനോമിനേറ്റർ 5 ആണ്. ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇല്ല. അപ്പോൾ ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. 5 × 2 LCM കാണുക. 5 × 2 LCM കാണാൻ എളുപ്പമായി പറയാം. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ 5 ആണ് LCM. വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ നമ്പറാണ് LCM. ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ LCM കിട്ടും. അപ്പോൾ LCM എന്താണ്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്യാം. നിങ്ങളതൊന്നും നോക്കണ്ട, എളുപ്പത്തിൽ ചെയ്യാവുന്ന കേസ് ഞാൻ പറയാം. 2ൻ്റെയും 5ൻ്റെയും LCM. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 2 × 5 10 ആണ് LCM. അതിൻ്റെ LCM ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 10 ആണ്. ഈ 10 കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5/2 x² × 10. യെസ്, ഇങ്ങനെ എഴുതണം. 2/5 × 10. അല്ലാതെ മനസ്സിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ എന്താണ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. 2x × 10 കണ്ടോ, ഇങ്ങനെ എഴുതണം. ക്രോസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനൊക്കെ എളുപ്പമാണ്, ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് 2നെ 10 കട്ട് ചെയ്യുക. അപ്പോൾ 5 × 5x², 25x². 5 × 2നെ കട്ട് ചെയ്യാൻ 2 × 2 പ്ലസ് 4 ആണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുറത്തിറക്കാം. 10 × 1 10 ആണ്. 10 × -2x -20x ആണ്. യെസ്, ഇനി ഇക്വേഷൻ റീഓർഡർ ചെയ്ത് എഴുതാം. 25x² ഇവിടെ വരട്ടെ, പ്ലസ് 4 ഉണ്ട്. 10 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, -10 ആയി. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, 20x ആയി. അപ്പോൾ 25x² പ്ലസ് 20x -6 = 0. അങ്ങനെ കിട്ടി. ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് A എന്ന് പറയുന്നത് 25 ആണ്, B എന്ന് പറയുന്നത് 20 ആണ്, C എന്ന് പറയുന്നത് -6 ആണ്. അപ്പോൾ B² - 4AC നമുക്കൊന്ന് കാണാം. B² - 4AC നമുക്കൊന്ന് കാണാം. B എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20² - 4 × A എന്ന് പറയുന്നത് 25 ആണ്. C എന്ന് പറയുന്നത് -6 ആണ്. 20യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. 4 × 25 100, 100 × 6 600. ദാറ്റ് ഈസ് 1000 എന്ന് കിട്ടി. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് B² - 4AC നമുക്ക് ചെയ്യാം. അതായത് റൂട്ട് 1000 നമുക്ക് ചെയ്യാം. 1000ൻ്റെ റൂട്ട് എങ്ങനെ കാണുന്നതെന്ന് നോക്കാം. 1000 എഴുതി നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം, 500 കിട്ടി. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം, 250 കിട്ടി. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം, 125 കിട്ടി. 500 ഫാക്ടറൈസ് ചെയ്യാം, 25 കിട്ടി. 500 ഫാക്ടറൈസ് ചെയ്യാം, 5 കിട്ടി. പല മെത്തേഡുണ്ട്, ഇതൊരു മെത്തേഡ്. ഇനി 2 2സിന് ഒരു 2 എഴുതാം. 2 2 വേണ്ടി ഒരു 2. ഇതിന് പെയറില്ല. 2 5ന് ഒരു 5. ഇതിന് പെയറില്ല. പെയറില്ലാത്ത 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 5 10. അതിന് റൂട്ട് ഇട്ട് കൊടുക്കുക, റൂട്ട് 10. പെയറില്ലാത്ത മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 10 റൂട്ട് 10 എന്ന് കിട്ടി. ഇതാണ് B² - 4AC എന്ന് പറയുന്നത്. നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണണ്ടേ? എക്സിൻ്റെ വാല്യൂ കാണാനുള്ള ഫോർമുല എഴുതാം. X =
മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ദാറ്റ് ഈസ് എക്സ് ഈക്വൽസ് മൈനസ് ബി. ബി എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ നോക്കിക്കേ, ബി എവിടെയാണ്? ബി 20 മൈനസ് ബി, ദാറ്റ് ഈസ് മൈനസ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 10√10 ആണ് ബൈ 2a. ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 25 ആണ്. 25 ദാറ്റ് ഈസ് എക്സ് ഈക്വൽസ് മൈനസ് 20 പ്ലസ് ഓർ മൈനസ് 10√10. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഏതെങ്കിലും നമ്പർ കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് 25നെ 5 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 5 5s are 25. ഇതിനെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. ഇതിനെ 5 കൊണ്ട് കട്ട് ചെയ്യണം 2 കിട്ടും. ഇനി 2 കൊണ്ട് ഇത് രണ്ടിനെ കട്ട് ചെയ്യാം. 2 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ 2 കിട്ടി. 2 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ 1 കിട്ടി. 1 ഇൻറ്റു 2 2. അപ്പോൾ എന്ത് കിട്ടി? മുകളിൽ 2 ഉള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് 2 ഉള്ളൂ. 2 റൂട്ട് മൈനസ് പ്ലസ് ഓർ മൈനസ് √10 ഉണ്ട്. -2 ആണ് ഇവിടെ. ഓക്കെ, ഇവിടെ 5 ബാലൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? പ്ലസ് ഓർ മൈനസ് ആയതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് -2 പ്ലസ് √10 ബൈ 5 എന്ന് പറയാം. അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് -2 മൈനസ് √10 ബൈ 5 എന്ന് പറയാം. ഇത് രണ്ടും എക്സിൻ്റെ വാല്യൂ ആണ്. അങ്ങനെ എക്സിന് വേണ്ടി നമ്മൾ സോൾവ് ചെയ്തു.